സുകുമാരൻ നായർക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ പങ്കാളിത്തം എല്ലായിടത്തും ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പങ്കാളിത്തം എന്നത് അതിൻ്റെ അണികൾ എന്ന നിലയ്ക്ക് അവരുടെ പങ്കാളിത്തം ഏറ്റവും നന്നായി BJP-ക്കൊപ്പമുണ്ട്. നേതൃത്വത്തിൽ കോൺഗ്രസിനൊപ്പമുണ്ട് ഒരു വലിയൊരു വിഭാഗം പങ്കാളിത്തം. പിന്നെ ഉറച്ച എല്ലാ കാര്യത്തും പണ്ട് നമ്മൾ ആവർത്തിക്കുന്നത്, അന്ന് പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്, മന്നത്ത് പറഞ്ഞ ചില ഉപമകളുണ്ടല്ലോ, അതത് സമുദായക്കാർ എങ്ങനെയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകളാകുക, അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ കാലത്തെ ഉറച്ച നിലപാടുള്ള കുറേ പേർ CPM-നൊപ്പമുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പമുണ്ട്. ഇതാണ് അതിൻ്റെ മൊത്തം ഒരു പിരിവ് എന്ന് പറയുന്നത്, ആ സംഘടനയ്ക്കകത്തുള്ള ഒരു പിരിവ്. അതിനെ ആ പ്രാധാന്യം ഒട്ടും കുറയാതെ നിലനിർത്തുക എന്നുള്ള തന്ത്രപരമായ സമീപനമാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ സ്വീകരിക്കുന്നത്. അതായത് ഇപ്പോൾ BJP-ക്കാണ് ബഹുഭൂരിപക്ഷം വോട്ടുകൾ പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ അത് ചർച്ചയാവാതെയും അത് ആവർത്തിച്ചു പറയാതെയും ഇരിക്കുക എന്നുള്ളത് ഒരാവശ്യമായി സുകുമാരൻ നായർ കരുതുന്നുണ്ട്. കാരണം ഇവിടെ ഭരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് മുന്നണിയോ, കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള മുന്നണിയോ, CPIM-ൻ്റെ നേതൃത്വമുള്ള മുന്നണിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടുകൾ അങ്ങനെ കാര്യമായി കിട്ടുന്നില്ല എന്നുള്ള ഒരു ചർച്ച അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ അത് തന്നെയാണ് സമുദായത്തിൻ്റെ താല്പര്യം. അദ്ദേഹം സംരക്ഷിക്കുന്നത് സമുദായത്തിൻ്റെ താല്പര്യമാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഗോളം തിരിയാത്ത കുറച്ച് BJP-ക്കാരായിട്ടുള്ള നായന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ഫ്ലെക്സ് വെച്ചുകൊണ്ട് കിടക്കുന്നത്. അവർ സ്ഥിരമായി വെക്കുന്നതുമാണ്. അത് കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പറഞ്ഞത് വാസ്തവമാണ്. സ്ഥിരമായി വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാരാണ് ഫ്ലെക്സ് ആരാണ് ഈ ഫ്ലെക്സ് വെക്കുന്നതെന്ന് NSS-നകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നുമില്ല. ആ ആശങ്ക ഒരു ശകലം പോലും സുകുമാരൻ നായർക്കും ഇല്ല. പിന്നെ ഉള്ള ഒരു കാര്യം, ആശങ്ക യഥാർത്ഥത്തിലുള്ള ആർക്കാണ്? നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിന് സ്വാഭാവികമായ ആശങ്കയുണ്ട്. രണ്ട് കാരണമാണ്. കാരണം ഈ നായർ വോട്ടുകൾ എന്നത് നേരത്തെ തന്നെ, അതായത് അതിൽ വലിയൊരളവ് വോട്ടുകൾ കോൺഗ്രസ് അനുകൂലമായി പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കുറഞ്ഞത് നേതൃത്വമെങ്കിലും നമുക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള തോന്നൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്കൊരു ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയായിരുന്നു. അത് നഷ്ടപ്പെടുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴേ ഇന്നിപ്പോൾ ആരൊക്കെ പോയിരിക്കുന്നതെന്ന് നോക്കൂ. PJ കുര്യൻ പോയിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് പോയിട്ടുണ്ട്, ഫ്രാൻസിസ് ജോർജ് പോയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ എന്താണ് ഏറ്റവും സ്വാഭാവികമായ ഒരു പാർട്ട്ണർഷിപ്പ് പണ്ട് മുതൽ നിലനിൽക്കുന്നതാണ്. അതായത് ആ കേരള കോൺഗ്രസിൽ നിന്നുള്ള ഒരു അനുനയ നീക്കം. പണ്ട് മാണി സാറായിരുന്നു സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇതിപ്പോൾ നാരായണ പണിക്കരുടെ അടുത്ത് മാണി സാർ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ പരിഹരിക്കപ്പെട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ഫ്രാൻസിസ് ജോർജ് പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ആ പാച്ചപ്പിനുള്ള ഒരു ശ്രമങ്ങൾ അവിടെ നടക്കുന്നു.